ട്രഷറിയിൽ എന്താ ഒരു തിരക്ക്. പെൻഷൻ മേടിക്കാൻ പോയാ ഒരു ദിവസം അങ്ങോട്ട് പോയി കിട്ടും എന്ന് വെച്ച് പോകാതിരിക്കാൻ പറ്റുമോ? വയസ്സും പ്രായമല്ല, എല്ലാം ഒരു വകയാ. വരട്ടെ. എന്നാ ഞാൻ അടുത്ത മാസം കാണാം. അയ്യോ, അതെന്റെ കൃഷ്ണകുമാരനല്ലേ? മോനെ കൃഷ്ണകുമാരാ, കൃഷ്ണകുമാരാ. അയ്യോ അയ്യോ, നിനക്ക് എന്ത് പറ്റിയടാ? അച്ഛൻ വഴക്ക് പറഞ്ഞ ഈ കാര്യമായിരിക്കും. സാരില്ലടാ മോനെ. ദൈവമേ, ഇത്ര പെട്ടെന്ന് അത്രയ്ക്ക് അങ്ങോട്ട് മൂത്തോ? അയ്യോ, എന്താണ് കിടന്ന് കാണിക്കുന്നത്? ക്യാമറയുടെ മുന്നിലാണ് കോപ്രായം കാണിക്കുന്നത്. ഏതാണ് കളവൻ? നമ്മുടെ കൃഷ്ണകുമാരൻ സിനിമയിൽ അഭിനയിക്കാച്ച. ഇത് ഷൂട്ടിംഗ്. ഇത് ഞങ്ങളുടെ അച്ഛനാ. ഇതല്ല ഇത്. അച്ഛനായാലും അപ്പൂപ്പനായാലും കുറച്ച് വിവരവും സംസ്കാരവും ഒക്കെ വേണം. തലവേദന കേസുകൾ. സിനിമന്ന് ഡയറക്ടർ എന്നെ കട്ട് ചെയ്യോ? എന്റെ സംശയം അച്ഛൻ കുടുംബത്തിന് നിന്നെ കട്ട് ചെയ്യുമെന്ന്. ഇതാണ് പുതുമുഖങ്ങൾക്കൊന്നും ചാൻസ് കൊടുക്കാത്തത്. ഹീറോയിന്റെ മുടിഞ്ഞു റെക്കമെൻഡേഷൻ. ഷാജി സർ, നെക്സ്റ്റ് സോങ് കട്ടണം. യമന റെഡി ആയി നോക്ക്. ശരി സർ. കോസ്റ്റ്യൂമർ സാർ, യമന റെഡിയാണോ? റെഡി സാർ. மேடம், டைரக்டர் கூப்பிடுறாங்க. நீங்க ரெடியா? யாரோ போட்டோ எடுத்துட்டாங்க. புடிங்கடா, புடிங்க அவனை. அவனை விடாதீங்க, புடிங்க. வாங்க, ஓடி வாங்கடா, புடிங்கடா. എന്താ പ്രശ്നം? இவன் ஒளிஞ்சிருந்த மேடத்தோட போட்டோ எடுத்துட்டான். கொஞ்ச நாளா பாக்குற கேமராவோட இங்கேயே சுத்திக்கிட்டு இருக்கான். ആഹാ, താനായിരുന്നോ? അപ്പൊ ഇതായിരുന്നല്ലേ തന്റെ ഉള്ളിലിരിപ്പ്? ഒരു ഫോട്ടോ എടുത്ത് ആകാശം അടിച്ചു. ഷട്ട് അപ്പ്. എന്റെ അനുവാദം ഇല്ലാതെ നീ ഫോട്ടോ എടുക്കലടാ. ആസ്കൽ മുറിയാടാ. ഈ കേസ് ഞങ്ങൾക്ക് വിട്ടേക്ക്. ഇവൻ ഞങ്ങളുടെ അപ്പച്ചിയുടെ മോനാ. നേരത്തെ അച്ഛൻ, ഇപ്പൊ അപ്പച്ചിയുടെ മോൻ. എല്ലാരും കൂടെ ഇത് കുളവാക്കി അടങ്ങുമല്ലേ? നാശം. എടാ, കൊറേ കാലായി നിനക്ക് രണ്ട് തരണെന്ന് വിചാരിച്ചിട്ട്. എടാ പൂത്തക്കോടന്റെ മോനെ, നീ എന്തിനാടാ ഞങ്ങളുടെ യമുനയുടെ പടെടുത്തത്? മനസ്സുണ്ടായിട്ട് പോയി വല്ല പാറ്റയുടെയോ പല്ലിയുടെയോ പാറക്കൂട്ടത്തിന്റെയോ പടമെടുക്കാൻ പാടില്ലായിരുന്നോടാ. പറട്ടെ, നിന്റെ തന്ത പൂത്തക്കോടനെ കാണിക്കാനാണോടാ യമുനയുടെ ഫോട്ടോ? കളിക്കാം. നിന്നെ ചെന്ന് കൊല്ലാം. ആരാ ഫോൺ ചെയ്തത്? ആരാ പീഡിപ്പിച്ചത്? പീഡനത്തിനിരയായ മിസ് യമുന റാണി എവിടെ? ഇവിടെ ആരെയും പീഡിപ്പിച്ചിട്ടൊന്നുമില്ല. എന്റെ അനുവാദം ഇല്ലാതെ ഹീറോയിന്റെ ഫോട്ടോ എടുത്തു. സമ്മതമില്ല. സ്ത്രീകളുടെ ഫോട്ടോ എടുക്കുന്നത് സ്ത്രീ പീഡനത്തിന്റെ വകുപ്പിൽ പെടും. എവിടെ അവൻ? അത് ശരി, മുണ്ടും ഷർട്ടും ഒക്കെ ഊരി കളഞ്ഞിട്ട് ബലാത്സംഗം നടത്തിയായിരുന്നു നിന്റെ ഉദ്ദേശം അല്ലടാ? ഞാനല്ല സാർ, ഞാൻ ഫിലിം സ്റ്റാർ കൃഷ്ണകുമാർ. ഈ പടത്തിൽ ഭ്രാന്തനായിട്ട് അഭിനയിക്കുന്നു. ഭ്രാന്തനായിട്ട് ജീവിക്കുന്നു. ഒറിജിനൽ ഭ്രാന്തനെ തന്നെ നിങ്ങൾ കണ്ടുപിടിച്ചു അല്ലേ? ആരും ചിരിക്കരുത്, ശബ്ദം ഉണ്ടാക്കരുത്. സാർ, ഇവനാണ് ഫോട്ടോ എടുത്തത്. ഞങ്ങൾ അവനെ കൈകാര്യം ചെയ്തു. വെരി ഗുഡ്. താങ്ക് യു. പേരെന്താ പറഞ്ഞത്? ഗോപകുമാർ. നീയൊക്കെ നിയമം കയ്യിലെടുക്കൂല. ഇതാണ് ഇടിവെട്ട് ഇന്ദ്രജിത്ത്. മനസ്സിലായോ? ഈ സ്റ്റേഷൻ അതിർത്തിയിൽ ഏത് പാതിരാത്രിക്കും സ്ത്രീകൾക്ക് സ്വൈരമായിട്ടും സമാധാനമായിട്ടും വിഹരിക്കാം. ഞാൻ ഇവിടെ SI ആയിരിക്കുന്നിടത്തോളം കാലം സ്ത്രീ എന്റെ ഒരു വീക്ക്നെസ് ആണ്. കുംഭകോണം നടത്തിക്കോ, ഈ ഇന്ദ്രജിത്ത് കണ്ണടയ്ക്കും. കള്ളപ്പണവും കള്ളവാറ്റും ആയിക്കോ, ഇന്ദ്രജിത്ത് മൗനം പാലിക്കും. പക്ഷേ സ്ത്രീയുടെ പാതിവൃത്യത്തെ തൊട്ട് കളിച്ചാൽ ഞാൻ അഗ്നിയല്ല, അഗ്നി. സ്ത്രീ അവൾ അമ്മയാണ്, പെങ്ങളാണ്, ദേവിയാണ്, പ്രകൃതിയാണ്. അവൾ സർവസ്വമാണ്. ചേട്ടാ, SI അല്ലേ? സാരില്ല. സോറി പെങ്ങളെ. ബെസ്റ്റ് വിഷസ്. കർത്താവേ, ഇയാൾക്ക് വട്ടാന്നാ തോന്നണ. ഷൂട്ടിംഗ് നടത്തിക്കില്ലേ? ഇയാള് പഴയൊരു നാടക നടനാ. മിണ്ടണ്ട, സ്ഥലം SI അല്ലേ? കോൺസ്റ്റബിൾസ്, ഇവനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി മൂക്ക് കൊണ്ട് തറയിൽ 1000 പ്രാവശ്യം അമ്മ എന്ന് എഴുതിച്ചിട്ട് വിട്ടേക്കും. എവിടെ യമുന റാണി?
മൂക്കുകൊണ്ട് 1000 പ്രാവശ്യം അമ്മ അമ്മ. എക്സ്ക്യൂസ് മീ മാഡം, ഐ ആം ഇന്ദ്രജിത്ത്. ദാ ഒരു മനുഷ്യാധമൻ ഒപ്പിയെടുക്കാൻ ശ്രമിച്ച മാഡത്തിന്റെ അങ്കലാവണ്യം നശിപ്പിച്ചു കളഞ്ഞിരിക്കും. താങ്ക് യു. ഇഫ് യു ഡോണ്ട് മൈൻഡ്, മാഡത്തിന്റെ ഒരു ഓട്ടോഗ്രാഫ് എനിക്ക് വേണം. ദാ. നോക്കണ്ട, മാഡത്തിന്റെ ഫോട്ടോ തന്നെയാണ്. മാഡത്തിന്റെ എല്ലാ ഫിലിംസും ഞാൻ കാണാറുണ്ട്. ഇനി ഷൂട്ടിംഗ് കഴിഞ്ഞ് മാഡം മടങ്ങുന്നവരെ മാഡത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ ഞാൻ നോക്കിക്കൊള്ളാം. താങ്ക് യു ആൻഡ് സോ നൈസ് ഓഫ് യു. താങ്ക്സ്. ഇതുവരെ തല്ല് കൊടുത്തിട്ടേ ഉള്ളൂ, വാങ്ങിയിട്ടില്ല. കണ്ടവന്റെ തല്ലും വാങ്ങി പോലീസിന്റെ ഇടിയും കൊണ്ട് മൂക്കിന്റെ പാലവും തകർത്തോണ്ട് വന്നിരിക്കുന്നു എരപ്പാടി. നത്ത് ഇലയ്ക്കും പോലെ എന്തോന്നാടാ ഇത്? മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയെ പറയടാ. അയ്യോ അച്ഛാ, പോലീസുകാർ ഇടിച്ചില്ല, മൂക്ക് കൊണ്ട് 100 പ്രാവശ്യം അമ്മ എന്നെഴുതിച്ചതേ ഉള്ളൂ എന്നാ ഏട്ടൻ പറയണേ. 100 അല്ല 1000 പ്രാവശ്യം എഴുതിച്ചു. നന്നായി. ഒരു പ്രാവശ്യമെങ്കിലും നീ എന്നെ സ്നേഹത്തോടെ അമ്മയെന്ന് വിളിച്ചിട്ടുണ്ടോ? ആ ഇൻസ്പെക്ടർക്ക് നന്ദി പറയണം. പോസ്റ്റ്. അതെ അതെ, സത്യം എടുത്തി പറഞ്ഞത്. ഭാസ്കര, നാളെ 7 മണിക്ക് കറത്രേ. നാളെ സ്റ്റണ്ടാ. ഇന്നത്തെ ലവ് സീൻ കലക്കി. യമുന വൈകുന്നേരം ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. എവിടാറാണെങ്കിൽ ഇപ്പൊ നമ്മളില്ലാതെ വയ്യതായിരിക്കും. നമുക്കും അങ്ങനെയാണല്ലോ. അച്ഛാ, യമുന റാണി പറയാണ്. അച്ഛാ, അമ്മാവാ അമ്മാവാ. അച്ഛാ, 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 നമ്മുടെ അച്ഛൻ പോയടാ. ദൈവമേ, ഞാനിത് എങ്ങനെ സഹിക്കും? അറിയിക്കേണ്ടവരൊക്കെ അറിയിക്കേട്ടാ എന്റെ അച്ഛാ. വടിയായില്ല. ഇല്ല, അച്ഛൻ ചത്തിട്ടില്ല മക്കളെ. പക്ഷേ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കുന്നുള്ള അവസ്ഥയായി. ഇതാ എന്താ സിനിമാ നടന്മാർക്കൊന്നും നാവില്ലേ? ഫോൺ ബില്ല് എഴുതി വന്നിരിക്കുക. ചെറിയ തുകയുള്ളൂ, 24,639 റുപ്യ. അയ്യോ, 24,639 രൂപയെന്ന്. 24,639 രൂപയെന്ന്. ഒയറില്ലാത്ത മൊബൈലിന് ഇത്രയും രൂപയോ? ഇന്നാ നേരിട്ട് കണ്ട് പറയേണ്ടതും ഒരു കാർഡിൽ എഴുതി ഇടേണ്ടതും ഒക്കെ എല്ലാവരും ഫോണിലല്ലേ വെച്ച് താങ്ങിയത്. ഹോ, എന്തൊരു അത്യാവശ്യമായിരുന്നു ഫോണിന്. കൊണ്ടുപോയി അടക്കേ. ഞമ്മളോടാ കളി. ഹൈദ്രോസ്. ആഹാ, 3 ബിലീസുകളുണ്ടല്ലോ ഇവിടെ. മഹിഷി പരമേശ്വരൻ പിള്ള സാറേ. മഹിഷിയല്ല, മുൻഷി. എന്ത് ഹലാക്കെങ്കിലും ആകട്ടെ. ദേ, സാറ് ഞമ്മളോട് ക്ഷമിക്കണം. എന്താടാ ഹമുക്കികളെ ഇടപാട് തീർക്കാണ്ട് മുങ്ങി നടക്കണത്? മൂപ്പരെ, TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, സോഫ, കസേര എന്ന് വേണ്ട എല്ലാ ലൊട്ടിലൊടുക്കും കൂടി 1,16,000 ഉറുപ്പ്യ ഞമ്മക്ക് കിട്ടാനുള്ളതാ. പിന്നെ പലിശ. ഞമ്മള് കടം കൊടുത്തത് ഇവരുടെ ഉദ്യോഗവും പത്രാസം കണ്ടിട്ടൊന്നുമല്ല. പിന്നെന്താ, നിങ്ങൾ ഒറ്റ ഒരാളെ ഓർത്തിട്ടാ ഞമ്മടെ കായ് തരണണ്ട. എന്നോടൊരു വാക്ക് ചോദിക്കാതെ കൊടുത്ത കടത്തിന് ഞാൻ ബാധ്യസ്ഥനല്ല. അതേ, എത്രയും പെട്ടെന്ന് പണം കൊടുത്ത് ഇടപാടുകാരെ ഇവിടെ നിന്ന് ഒഴിവാക്കണം. വലിയ സിനിമാക്കാരല്ലേ, കാശുണ്ടാവുമല്ലോ. അപ്പുറത്ത് താമസിക്കണ നടിയും നിങ്ങളും തമ്മിൽ ലോഹ്യത്തിലാണെന്ന് ഇവിടെ ഒരു പഹയ സിനിമയിൽ അഭിനയിച്ചു എന്നൊക്കെ ഞമ്മളും കേട്ടല്ലേ. അത് ഞാനാ. ആഹാ, അപ്പൊ പണം കിട്ടിക്കാണുമല്ലേ? എണ്ണി വെക്കി. ഐദ്രസ്ക, 1 മാസത്തെ അവധി കൂടെ. ഒന്നും പറയണ്ട. കടം കൊടുത്താ ഇടം കൂടി കൊടുക്കണം എന്നല്ലേ പറയണത്? അങ്ങനെ പറയണണ്ട. ഉണ്ടിക്ക. എന്നാ ഞമ്മടെ കിതാബിൽ അങ്ങനെ പറയണില്ല. കടം തന്നാ മേടിക്കാ ഈ ഹൈദ്രോസിന് അറിയാം. കാതറൂട്ടിയെ ഇങ്ങോട്ട് ഇറങ്ങി പാടാ. ഈ അകത്തേക്ക് എന്നാ ടിവിയും ഫ്രിഡ്ജും കസേരയൊക്കെ എടുത്ത് പുറത്തേക്ക് ഇട്. ഞങ്ങൾ സമ്മതിക്കൂല. നിങ്ങളുടെ സമ്മതം ആരെങ്കിലും ചോദിച്ചാ പാടാ കാതറൂട്ടിയെ. ഞാൻ
നിങ്ങൾ ബഹളം ഉണ്ടാക്കരുത്. അതാണ് നമ്മൾ പറഞ്ഞത്, നമ്മള് അങ്ങനെ വേണം, അങ്ങനെ വേണം. കാണടി പൂരം, മുനുഷിയുടെയും മക്കളെയും ഒരു ഗതികേടെ. ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയേ കാണുന്നുള്ളൂ. ഫ്രിഡ്ജും ടിവിയും സോഫ സെറ്റും ഒക്കെ ഐദ്രോസ് കൊണ്ടുപോക്കോട്ടെ, ബാക്കി പണം അന്വേഷിച്ചാൽ മതിയല്ലോ. ആ പുതിയ മനസ്സിരിക്കട്ടെ. വീട്ടിൽ നിന്ന് സാധനം പെറുക്കിക്കൊണ്ട് പോകുന്ന നാട്ടുകാർ കണ്ടാലേ ഞങ്ങൾക്ക് അതിന് നാണക്കേട്. നാട്ടുകാർ കണ്ടോട്ടേന്ന് വെക്കാം. ആ യമുന കണ്ടാലോ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. നീ ജീവിച്ചിരിക്കണ്ടടി, നീ ഒന്നും ജീവിച്ചിരിക്കാൻ പാടില്ല. ഞാൻ അന്നേ പറഞ്ഞതാ വലിയ ആഡംബരമൊന്നും വേണ്ടാന്ന്. സമ്മതിക്കത്തില്ല. അവിടെ ഒരു പ്രസ്റ്റീജ് ഷൂസ്. നീ പറഞ്ഞതാ അതിന്റെ സത്യം. യമുന റാണിക്ക് വെള്ളം കുടിക്കാൻ ഫ്രിഡ്ജ് ഇല്ലെങ്കിൽ തൂങ്ങിച്ചാവുന്ന ഭീഷണിപ്പെടുത്തിയവളാ ഇവള്. ഇപ്പൊ അവളുടെ നിൽപ്പ് കണ്ടില്ലേ, അണ്ടി കളഞ്ഞ അണ്ണാന്റെ പോലെ. അമ്മിയിൽ അരച്ചാൽ അഭിമാനക്ഷതം. ഗ്രൈൻഡർ മേടിക്കണം. ജന്മത്തെ നീ നിന്റെ വീട്ടുകാരൻ കണ്ടിട്ടുണ്ടോ ഗ്രൈൻഡർ? ഒക്കെ വാങ്ങി കൂട്ടുന്നവരെ ഉറങ്ങാൻ സമ്മതിച്ചിട്ടുണ്ടോ നീയൊക്കെ? പെണ്ണുങ്ങളായ അങ്ങനെ പലതും പറയും. ആണുങ്ങൾ അത് കേട്ട് തുള്ളാൻ നിൽക്കുന്ന എന്തിന്? കൊണ്ടുപോയി അടക്കി. നിന്റെ കരണക്കുറ്റി ഉണ്ടല്ലോ, കൊന്നുകളയും ഞാൻ. തറയണ്ട ഞാൻ കൊല്ലട്ടെ. കൊല്ലാൻ 5 പിള്ളേരുടെ അമ്മയായപ്പോ നിങ്ങൾക്ക് എന്നെ വേണ്ടാന്നായി. കൊല്ലാൻ നിന്റെ അതെ, നമ്മൾ ഇങ്ങനെ പരസ്പരം കൊല്ലാൻ നിൽക്കണ്ട. ആ കാതർ കൂട്ട് കയറി നമ്മളെ കൊല്ലായിരിക്കാനുള്ള വഴി നോക്ക്. 3 പേര് കൂടെ നോക്കിയാ മതി. എത്രയും വേഗം പണം കൊടുത്ത് അയാളെ പറഞ്ഞു വിടാൻ നോക്ക്. എടി കുരുടി, നിന്റെ ഈ സോഡാക്കുപ്പി കണ്ണടം തല്ലി പൊട്ടിക്കും. ആ ചേട്ടാ, ഐഡിയ കിട്ടി പോയി. നമുക്ക് ഇവളമാരുടെ ആഭരണം ഊരി കൊടുക്കാം. അതെന്താ തരില്ല എന്ന് പറഞ്ഞു? നീ തരും, നീ തരും. ഇനി അരിച്ചിട്ട് മുതലിക്കാൻ മതി. എന്നെ വട്ടം ചിറ്റി കളിപ്പിക്കരുത് നീ. ഉരുടി ഞാൻ തരില്ല. എന്റെ മുത്തശ്ശി എനിക്ക് തന്ന കല്ലുവളയാ. ഇനി ഞാൻ തരില്ല. അറിയാടി, ഈ കല്ലുവളയുടെ പേരിൽ നിന്റെ മുത്തശ്ശി മുത്തച്ഛനെ ഒരുപാട് വെള്ളം കുടിപ്പിച്ച കഥകളൊക്കെ എനിക്കറിയാടി. ഇനി എന്റെ വംശപരമ്പരകൾക്ക് അത് ഉണ്ടാകരുതടി. നിന്റെ കല്ല് വെച്ച നുണയേക്കാൾ വലുതല്ലടി നിന്റെ ഈ കല്ലുവള. ഊരടി അങ്ങനെ പോരട്ടെ. അതും കൂടെ എനിക്ക് വേണം. ഞാൻ തരില്ല. നീ തരും. എന്താ ചേട്ടാ കാണിക്കാൻ? ആൾക്കാർ നിൽക്കണ കണ്ടില്ലേ ചേട്ടാ? അങ്ങനെ 5 പവന്റെ അരഞ്ഞാൻ ഒട്ടോട്ട് നീ ഞെളിയണ്ട അടി. അയ്യോ എന്റെ അറിഞ്ഞാണ് പോയി. ഓ അവന്റെ തൊലിക്കെട്ടി. കുറച്ച് സ്വർണ്ണുണ്ട്. ഇങ്ങോട്ട് തരും. ഞങ്ങൾ ഇത് പണയം വെക്കാനോ വിൽക്കാനോ പോയ അച്ഛനറിയും. അതുകൊണ്ട് നിങ്ങൾ ഇത് വിറ്റെടുത്തോ. ബാക്കി എത്രയാന്ന് വെച്ചാ പണവും പലിശയും ഞങ്ങൾ അവിടെ എത്തിച്ചോളാം. ഇനി പണത്തിന് ഇങ്ങോട്ട് വരരുത്. സ്വർണം തന്ന കാര്യം ഒരിക്കലും അച്ഛൻ അറിയാനും പാടില്ല. വലിയ അഭിമാനിയാ. ഇത് നിങ്ങൾക്ക് നേരത്തെ ആകാറുന്നില്ലേ? പെണ്ണുങ്ങളുടെ കണ്ണീര് വീണ മുതലാ. കൊണ്ടുപോക്കോ. പോണ വഴിക്കൊരു സൂപ്പർ ഫാസ്റ്റ് നിയന്ത്രണം വിട്ട് വന്നാ പോരെ. ഹൈദ്രോസേ,